ഇത് സൂപ്പർ 94.7 FM-ൽ ഞാൻ ഹാഷ്. ഇത് ലൗഡ് സ്പീക്കർ. 1972 മഹാരാജാസ് കോളേജിന്റെ ഇടനാഴിയിൽ വെച്ച് നീണ്ടു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മെഹർ എന്നൊരു സുന്ദരിയായ പെൺകുട്ടിക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തു. ആ ലവ് ലെറ്റർ വർഷങ്ങൾക്ക് ശേഷം, അതായത് 40 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ മഹാരാജാസ് കോളേജിന്റെ മുറ്റത്ത് തിരിച്ചു കൊടുത്തു. ഇന്നലെ എറണാകുളം മഹാരാജാസ് കോളേജിൽ മഹാരാജകീയം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തിയ അന്നത്തെ ആ മെലിഞ്ഞ ചെറുപ്പക്കാരനായ മമ്മൂട്ടി അങ്ങനെ വേദിയിലിരിക്കുന്ന സമയത്താണ് 40 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി കൊടുത്ത ആ ലവ് ലെറ്ററുമായി ആ സുന്ദരി പെൺകുട്ടി മെഹറിന് ഇപ്പോൾ ഒരുപാട് പ്രായമായിട്ടുണ്ട്, സ്റ്റേജിലേക്ക് കയറി വന്നത്. എന്നിട്ട് മമ്മൂട്ടി അതിലെ വരികളൊക്കെ വായിക്കുകയും ചെയ്തു. ആളുകൾ മുഴുവൻ കേട്ടതാണ്, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതാണ്. മെഹറെ സായം സന്ധ്യയിൽ സന്ധ്യാരാഗത്തിന്റെ വെളിച്ചം തട്ടി ചുവന്ന മുഖത്ത് ദേഷ്യം. അന്ന് മെഹർ ഭയങ്കര സുന്ദരിയായിരിക്കണം. ആ സൗന്ദര്യം അവിടെ ഉടലെക്കുന്നു, അത് ഇവിടെ തന്നെ അസ്തമിക്കുകയാണ്. ഇപ്പൊ ലൗഡ് സ്പീക്കറിൽ മെഹർ കൂടെയുണ്ട്. ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ വിളിച്ചോ? റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, മുൻപ് നമ്മളോട് വർക്ക് ചെയ്തിരുന്നവര്, പിന്നെ അങ്ങനെ എല്ലാവരും നമ്മള് വിചാരിക്കാത്ത അത്രയും ഇതാണ്. എല്ലാവരും ഒരുപാട് പേര് അന്വേഷിക്കുന്നു. ഈ 1972 മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടി ഇങ്ങനെ ഒരു ലവ് ലെറ്റർ തരുന്ന ഈ ഓട്ടോഗ്രാഫ് വരുന്ന സീന് മനസ്സിൽ ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു ആ സീന്? അതെനിക്ക് ഓർമ്മയില്ല. കാരണം അന്ന് ഈ ആള് ഇത്ര ഇതാകുന്നൊന്നും നമുക്കറിയില്ലല്ലോ, എല്ലാവരെയും പോലെയല്ലേ അന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതുകൊണ്ട് ഡേറ്റ് അല്ലെങ്കിൽ ആ സംഭവം അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനുശേഷം ആളെ കുറിച്ച് ഓർക്കാൻ എന്തെങ്കിലും അങ്ങനെയാണെങ്കിലും അല്ലേ നമ്മൾ പിന്നെ ആ ഒരു സമയവും ആ ഡേറ്റ് ഒക്കെ നമ്മൾ സന്ദർഭമൊക്കെ ഓർക്കുള്ളൂ. സാധാരണ എല്ലാവരെയും പോലെ എനിക്ക് കാരണം ധാരാളം ഗേൾസ് ഫ്രണ്ട്സിനെ പോലെ തന്നെ എനിക്ക് ബോയ്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഒരാള് അത്രയല്ലായിരുന്നു നമുക്ക് തോന്നുന്നത്. എന്നാലും ആഷിന്റെ ഒരു ചെറിയ സംശയം ഇതുവരെ തീർന്നിട്ടില്ല. എന്തുകൊണ്ടാണ് 40 വർഷം മെഹർ ഈ കത്ത്, ഈ ലവ് ലെറ്റർ വളരെ ഭംഗിയായി സൂക്ഷിച്ചു വെച്ചത്? എന്തിനായിരുന്നു? എന്തായിരുന്നു അതിന്റെ പിന്നിൽ? നമുക്ക് അന്വേഷിക്കാം. ആരോട്? മെഹറിനോട് തന്നെ. ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേ വാ. ഇപ്പൊ കേൾക്കുന്നത് ലൗഡ് സ്പീക്കറാണ്. അതിന്റെ പ്രൊപ്പറേറ്റർ ഞാൻ ഹാഷ്. ഇന്നലെ മമ്മൂട്ടിയുടെ ആ ഒരു സംഭവമായി എനിക്ക് കണക്ട് ചെയ്യുന്നത് ഏതാണെന്നറിയോ? കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ സീനാണ്. മമ്മൂട്ടി ഒരു സ്റ്റാർ ആയിട്ട് സ്കൂളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പഴയ കൂട്ടുകാരനായ ബാർബർ ബാലനെ കുറിച്ച് പറയുന്നത്. അതുപോലത്തെ ഒരു സംഭവമാണ് ഇന്നലെ മഹാരാജാസ് കോളേജിൽ സംഭവിച്ചത്. മമ്മൂട്ടി ഇങ്ങനെ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മമ്മൂട്ടി പണ്ട് കൊടുത്ത ഒരു ലവ് ലെറ്ററുമായി ഒരു പെൺകുട്ടി വന്നത്. ഒരു പെൺകുട്ടിയല്ല, പ്രായമായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയാണ് മെഹർ. ആ മെഹർ ഇപ്പോൾ ഹാഷിന്റെ കൂടെ ലൗഡ് സ്പീക്കറിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം, കഴിഞ്ഞ 40 വർഷമായി മമ്മൂട്ടി കൊടുത്ത ആ ഒരു ലെറ്റർ സൂക്ഷിച്ചു വെച്ചത്? അതെന്റെ സ്വഭാവം തന്നെ. എന്റെ SSLCക്ക് ഞാൻ 69 SSLC ചെയ്തത്. ആ ഓട്ടോഗ്രാഫ് ഉണ്ട്. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് മഹാരാഷ്ട്രയിൽ തന്നെ പഠിച്ച ഓട്ടോഗ്രാഫ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓട്ടോഗ്രാഫിലല്ല, ഒരു 1972 ഡയറിയിലാണ് അന്നത്തെ എന്റെ ഓട്ടോഗ്രാഫ് ആയിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോ. അത് മമ്മൂട്ടി എഴുതിയതാണെന്ന് തിരിച്ചറിഞ്ഞത് എന്നാണ്? ഞാൻ അല്ലെങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു വർഷത്തിലൊരിക്കൽ ഇങ്ങനെ വെറുതെ ഇതൊക്കെ ഒന്ന് മറിച്ചു നോക്കും. അപ്പൊ അങ്ങനെ മമ്മൂട്ടി ഒരു 10-20 കൊല്ലം മുൻപ് തന്നെ മമ്മൂട്ടി സ്റ്റാറായി നല്ല ഇതായി കഴിഞ്ഞല്ലോ. അപ്പൊ മക്കളൊക്കെ ആണെങ്കിലും കോളേജിലെ സ്കൂളിലൊക്കെ പോകുമ്പോ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും, മമ്മൂട്ടി എഴുതിയതാണെന്നൊക്കെ പറയും. അപ്പൊ എല്ലാവരും കുട്ടികളൊക്കെ ആവുമ്പോ അതിന് കൂടുതലൊരു ഇതുണ്ടാവുമല്ലോ, നമുക്ക് അത്രയും തോന്നില്ലായിരിക്കും. അങ്ങനെ 20 വർഷം മുമ്പാണോ മമ്മൂട്ടി എഴുതിയതാണെന്ന് തിരിച്ചറിഞ്ഞത്? അത് മുൻപേ അറിയായിരുന്നു. കാരണം മുഹമ്മദ് കുട്ടി മമ്മൂട്ടി ആയിന്നൊക്കെ നമ്മൾ ആദ്യമേ സിനിമകളിലൊക്കെ വരുമ്പോഴൊക്കെ അറിഞ്ഞിരുന്നല്ലോ. ഇന്നലെ മമ്മൂട്ടി ഇവിടെ വന്നപ്പോ എനിക്ക് ഡോട്ടറിലും ഉണ്ട്, അവള് 4 മാസമായല്ലോ വന്നിട്ട് ഇവിടെ. അപ്പൊ ആ കുട്ടിക്ക് നല്ല താല്പര്യമുണ്ട് മമ്മൂട്ടിയെ ഒന്ന് അടുത്ത് കാണാനും ഇതെല്ലാം. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മോളുടെ ഒരാഗ്രഹമല്ലേ, ഏതായാലും പോകാം എന്ന് വിചാരിച്ചു. സ്റ്റേജിൽ നമ്മൾ അറിയുന്ന ഒരാളുണ്ടായി, ആളോട് പറഞ്ഞ് സ്റ്റേജിൽ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ പോകുന്നതിന് മുൻപോ ഇതൊന്ന് കാണിക്കണം, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറയണോട്ടോന്ന്. പക്ഷെ നമ്മള് കാണണം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് മുൻപ് തന്നെ മൂപ്പരത് എന്നെ ഇപ്പൊ തന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു സ്റ്റേജിൽ ഇത് കിട്ടിയപ്പോ. എന്നിട്ട് മമ്മൂട്ടിയെ കണ്ടതിന് ശേഷം മമ്മൂട്ടി എന്താണ് പറഞ്ഞത് നേരിട്ട്? മമ്മൂട്ടി പറഞ്ഞു, ഇത് ഈ ഓട്ടോഗ്രാഫിന്റെ പേജ് മാത്രം കിട്ടിയപ്പോ എനിക്ക് ആളെ ഓർമ്മ വന്നില്ല, ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ആളെ ഓർമ്മ വരുന്നുണ്ട്. മമ്മൂട്ടി എങ്ങനെയായിരുന്നു അന്ന് കാണാനൊക്കെ?
അന്ന് മെലിഞ്ഞിട്ടായിരുന്നു, പക്ഷെ ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സീനിയർ വിദ്യാർത്ഥിയായ മെഹർ എന്ന പെൺകുട്ടിക്കാണ് ജൂനിയർ വിദ്യാർത്ഥിയായ മമ്മൂട്ടി അന്ന് ലവ് ലെറ്റർ കൊടുത്തത്. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ.